Hello students, myself Shahir. I am teaching biology for you. എൻ്റെ പേര് ഷഹീർ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ബയോളജി ക്ലാസ് എടുക്കുന്നു. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റിസൾട്ട് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം നമ്മൾ +1 നമ്മൾ എന്തായാലും സയൻസ് കരസ്ഥമാക്കും എന്നുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ സയൻസ് നമുക്ക് സുപരിചിതമായിട്ടൊരു സബ്ജക്റ്റാണ് 10ാം ക്ലാസ് വരെ. പക്ഷെ അതിൽ നിന്ന് എന്താണ് +1 അതിനുള്ളൊരു മാറ്റം വരുന്നത്? +1 ബയോളജിയിലുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 സെക്ഷനായിട്ടാണ് ക്ലാസ്സുകൾ ഡീൽ ചെയ്യുക. ബയോളജി പാർട്ടിൽ ഒരു ഭാഗം ബോട്ടണി സെഷനാണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് പ്ലാന്റ്സുകളെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി എന്ന് പറയുന്നത്. രണ്ടാമതൊരു സെഷനാണ് സുവോളജി എന്ന് പറയുന്നത്. സുവോളജി ഡീൽസ് വിത്ത് അനിമൽസിൻ്റെ പഠനങ്ങളെയാണ് സുവോളജി എന്ന് പറയാം. അപ്പോൾ 10ൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളുടെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ് +1 വരിക. അപ്പോൾ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രിഡ്ജ് കോഴ്സാണ്. ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ബ്രിഡ്ജ് കോഴ്സിലേക്ക് നമ്മൾ നീങ്ങും. ഈ ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോകുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടതായിട്ടുള്ള ചില ടിപ്സ്, ട്രിക്സ്, ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 2 തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലുണ്ടാവുക. ഒന്ന്, മലയാളം മീഡിയം പഠിച്ചു വരുന്ന കുട്ടികൾ. 2, ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ CBSE ഉണ്ടാവും, സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള +1 മിക്ക ടോപ്പിക്കുകളും ഇംഗ്ലീഷിൽ തന്നെയാണ് ഉണ്ടാവുക. ലാംഗ്വേജസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പതിയെ നമുക്ക് ഇംഗ്ലീഷും ഈ കൂട്ടത്തിൽ പഠിച്ചെടുക്കണം. ഇതുവരെ നമ്മൾ മലയാളത്തിലാണ് ക്ലാസ് എടുത്തതെങ്കിലും ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചൊക്കെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ചുവട് വെച്ച് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് വരെ നിങ്ങൾ മലയാളം മീഡിയത്തിലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക സെല്ലിന് കോശം എന്നാണ്. നമ്മളിവിടെ വരുമ്പോൾ അതിന് സെല്ല് തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ കോശം എന്നുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ +1 കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ സെല്ലാണ്. നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾ എപ്പോഴും നീറ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും. ബയോളജിയിലെ നീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ബയോളജിയിൽ നമുക്കറിയാം നീറ്റിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് ഓറിയൻറ്റഡേ പറ്റുള്ളൂ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ മെഡിക്കൽ ഫീൽഡിൽ വളരെ 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 സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഈ +1 പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് കരസ്ഥമാക്കാം. +2 കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്കിത് മേടിക്കാം. നീറ്റ് എന്ന് പറയുന്ന എക്സാം നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നീറ്റിൽ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം 90 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് നീറ്റിന് വരിക. 90 മാർക്സ്. 45 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, 45 മാർക്ക് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി, 90 മാർക്ക് ക്വസ്റ്റ്യൻസിന് ബയോളജിയിൽ നിന്നാണ് വരിക. അങ്ങനെ ടോട്ടൽ 180 ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് നീറ്റിന് വരിക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ +1 +2 ക്ലാസ്സുകൾ എടുക്കുന്നത് എല്ലാം എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സെൽ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ച് നമുക്ക് തുടങ്ങാം. ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന രീതിയിൽ. എന്താണ് സെൽ എന്ന് പറയുന്നത്? സോ ക്യാൻ സി സെൽ. സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം.
ഒരു ജീവനുള്ള ഓർഗാനിസത്തിൽ സ്ട്രക്ചർ കൊടുക്കുന്നതും ചില ഫങ്ഷൻസുകൾ, ചില കർമ്മങ്ങൾ ചെയ്യുന്നതും സെല്ലാണ്. സെല്ല് എന്നുള്ള വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ബാറ്ററിയുടെ ഉള്ളിൽ നമ്മൾ സെല്ല് പറയും. പിന്നെ നമുക്ക് സെല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? സെല്ല് നമ്മൾ പിന്നെ കേട്ടിട്ടുള്ളത് ജയിൽ, നമ്മൾ പ്രിസൺ എന്ന് പറയും. ജയിലിന് നമ്മൾ സെല്ല് എന്നാ പറയാം, സെല്ലിൽ പൂട്ടിയിട്ടു എന്ന് പറയും. അപ്പൊ ശരിക്ക് ഇവിടെ നമ്മൾ പ്ലാന്റുകളിലായാലും അനിമൽസുകളിലായാലും നമ്മൾ സെല്ല് എന്ന് പറയും. ബാറ്ററിയിലാണെങ്കിലും നമ്മൾ സെല്ല് എന്ന് പറയും. അതുപോലെ ജയിലിനെ നമ്മൾ സെല്ല് എന്ന് പറയും. ആ സെല്ല് തന്നെയാണോ ഈ സെല്ല്? ജയിലിനെ നമ്മൾ സെല്ലെന്ന് പറയുന്നു, ശരീരത്തിനും സെല്ലെന്ന് പറയുന്നു. ആ ജയിൽ തന്നെയാണോ ഇവിടെയും? ശരിക്കും സെല്ലെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെയിമാണ് എല്ലാ സ്ഥലങ്ങളിലും. സെല്ലെന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ റൂം എന്നാണ് അർത്ഥം. ചെറിയൊരു റൂം, ചെറിയൊരു മുറി എന്നാണ് അർത്ഥം. സെല്ലെന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ റൂം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ റൂം എന്നാണ് ഇതിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സെൽ എന്താണ്? സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിംഗ് ഓർഗാനിസം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. So this is cell. സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ളതും ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. ഇനി സെല്ലുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് അടുത്തത് സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് സൈറ്റോളജി എന്നാണ്. സൈറ്റോളജി. സൈറ്റോളജി. സ്റ്റഡി ഓഫ് സെൽ ഈസ് നോൺ ആസ് സൈറ്റോളജി. സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് സൈറ്റോളജി എന്ന് പറയാം. നമുക്കിതിന് രണ്ട് വാക്കുകളായിട്ട് തിരിക്കാം. സൈറ്റോ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സൈറ്റ് CYTE എന്നുള്ളതോ അല്ലെങ്കിൽ CYTO അല്ലെങ്കിൽ CYTE, ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് സെല്ല് എന്നാണ്. സെല്ല് എന്നാണ്. ഇപ്പൊ നമ്മള് എരിത്രോസൈറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സൈറ്റ് എന്ന് ലാസ്റ്റ് വരുമ്പോൾ അതിനർത്ഥം സെൽ എന്നാണ്. ഇവിടെ നമ്മൾ സൈറ്റോളജി എന്ന് പറയുമ്പോൾ സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നമ്മൾ ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും, ഡെഫിനേഷൻ ആയിട്ട് പറയാം, സ്റ്റഡി ഓഫ് സെല്ലിനെയാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. രണ്ട് വാക്കാണ്, സൈറ്റോ, സെൽ. ലോജി, സ്റ്റഡി. സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയാം. ഇപ്പൊ നമ്മൾ കാർഡിയോളജി കേട്ടിട്ടുണ്ട്. കാർഡിയോളജി നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ, ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്, കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്. ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം നടത്തുന്ന സ്ഥലമാണ് കാർഡിയോളജി എന്ന് പറയാം. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ എവിടെ ലോജി എന്ന് കേട്ടാൽ, ഇപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്. ബയോ മീൻസ് ലൈഫ്. ലൈഫിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ജീവനുള്ള ഓർഗാനിസത്തിനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി എന്ന് പറയാം. സോ നമ്മളിപ്പോൾ സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറഞ്ഞ പേര് സൈറ്റോളജി എന്നാണ്. അപ്പൊ സെൽ എന്താന്ന് പറഞ്ഞു? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസത്തിനെയാണ് സെൽ എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി ഓഫ് സെല്ലിനെ പറയുന്ന പേരാണ് സൈറ്റോളജി എന്ന് പറഞ്ഞു. സെല്ലിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു? സെല്ലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ റൂം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് നോക്കാം സെൽ ഡിസ്കവറി. സെല്ലിന്റെ ഡിസ്കവറി നമുക്കൊന്ന് നോക്കാം. ആദ്യം പറയാം, സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഞാനിപ്പോൾ പറഞ്ഞു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെൽ എന്ന് പറഞ്ഞു. സെൽ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് റോബർട്ട് ഹുക്കാണ് ഇൻ ദ ഇയർ 1665. 1665 സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തിയത്. സോ സെൽ ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഹുക്ക് ഇൻ ദ ഇയർ 1665. ഓക്കെ, 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ആളാണ് സെല്ല് കണ്ടെത്തിയത്. അയാൾ സെല്ല് കണ്ടെത്തിയിട്ടുള്ളത്
കോർക്കിലാണ്. കോർക്ക് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ കുപ്പി അടച്ചു വെച്ചിരുന്ന ഒരു കോർക്ക് കൊണ്ടാണ്. ഈ കോർക്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടിയാണ്. ഈ മരത്തിൻ്റെ തടിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സെല്ല് കണ്ടിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഹി കോൾഡ് ഇറ്റ് ആസ് ലിറ്റിൽ ബോക്സസ്. ചെറിയ ചെറിയ ബോക്സുകളായിട്ട് അയാൾ കണ്ടു, അതിനെ അയാൾ സെൽ എന്ന് പറഞ്ഞു. ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം എന്താണെന്നറിയോ, മൈക്രോസ്കോപ്പിലൂടെ ഈ സെല്ല് പരിശോധിച്ചപ്പോൾ അത് ചെറിയ തേനീച്ച കൂട് പോലെ, തേനീച്ചയുടെ കൂട് കണ്ടിട്ടുണ്ടാവില്ല, ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളാണ്. അങ്ങനെ തോന്നി, അതിനെ അയാൾ സെല്ലെന്ന് പേരിട്ടു. അപ്പോൾ സെല്ലിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ്? 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള് സെല്ല് ഒരു കോർക്കിൽ കണ്ടു. കോർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മരത്തിന്റെ ഉണങ്ങിയ തടിയാണ്. ഈ മരത്തിൽ അയാൾ കണ്ടു സെൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അയാൾ കണ്ടെത്തിയ സെല്ല് ഡെഡ് സെല്ലാണ്. കാരണം ആ കോർക്ക് എന്ന് പറഞ്ഞാൽ അത് മരം മുറിച്ചെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയ ഒരു പീസാണ്, അതിന് ജീവനില്ലല്ലോ. സോ ഇറ്റ് ഈസ് ഡെഡ് സെല്ലാണ് അതിൽ കണ്ടത്. ഡെഡ് പ്ലാന്റ് സെല്ലാണ് അയാൾ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് പറയാം ആന്റൺ വാൻ ലീവൻ ഹുക്ക്. മറ്റൊരു പേരാണ് ആന്റൺ വാൻ ലീവൻ ഹുക്ക്. നമ്മൾ പഠിക്കേണ്ടത് ലീവൻ ഹുക്ക് എന്നുള്ള പേര് പഠിച്ചാൽ മതി. ആന്റൺ വാൻ ലീവൻ ഹുക്ക് 1675 ലിവിങ് സെല്ല് കണ്ടെത്തി. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള മാറ്റം നോക്കിയേ. ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള് കണ്ടെത്തിയിട്ടുള്ളത് ജീവനില്ലാത്ത സെല്ലാണ്. ഇനി ജീവനുള്ള സെല്ലിനെ ആദ്യമായിട്ട് കണ്ടെത്തിയ ആളുടെ പേരാണ് ആന്റൺ വാൻ ലീവൻ ഹുക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ സെല്ലിന്റെ ഡിസ്കവറി, ഇതിന്റെ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞു റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള് 1665 സെല്ല് കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയ സെല്ലിന് ജീവനില്ലായിരുന്നു, കാരണം അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ള സെല്ല് കോർക്കിൽ നിന്നാണ്. പിന്നെ ആന്റൺ വോൺ ലീവൻ ഹുക്ക് 1675. നോക്കിയേ, മാറ്റം ഒരു 10 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ലിവിങ് സെല്ലുകളാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ സെൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് സെല്ലിന് പറയുന്ന പേര് സൈറ്റോളജി. സെല്ലിന്റെ വേർഡ് മീനിങ് ലിറ്റിൽ റൂം. പിന്നെ ഡിസ്കവറിയാണ്. അതിൽ സെൽ എന്ന് പറയുന്ന ആദ്യമായി ഡിസ്കവർ ചെയ്ത ആളുടെ പേര് റോബർട്ട് ഹുക്ക്. പിന്നെ അത് ജീവനുള്ള സെല്ലുകൾ കണ്ടെത്തിയിട്ടുള്ളത് ആന്റൺ വോൺ ലീവൻ ഹുക്കാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി അനിമൽ സെൽ. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സുവോളജിയാണ്. ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് സുവോളജിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അനിമൽ സെല്ലുകളാണ് കൂടുതൽ എടുക്കുക. ഇപ്പോൾ നമ്മൾ അനിമൽ സെൽ നോക്കിയേ, ഒരു അനിമൽ സെല്ലിൻ്റെ ഭാഗങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. ഇതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഓക്കെ, സെൽ മെംബ്രെയിൻ. ഇതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയാം. ദിസ് ഈസ് സെൽ മെംബ്രെയിൻ. സെക്കൻഡ് വൺ സൈറ്റോപ്ലാസം. തേർഡ് വൺ ന്യൂക്ലിയസ്. എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് സെല്ലിന് ഉണ്ടാവുക. മെയിൻ ആയിട്ട് 3 ഭാഗം. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. സെല്ലിന്റെ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ സെല്ലിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയും. സൈറ്റോപ്ലാസം. പിന്നെ നമുക്ക് പറയുന്നത് സെല്ലിനെ നിയന്ത്രിക്കുന്ന ഒരു ഡയറക്ടർ. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും നമുക്കറിയാലോ ഒരു ഡയറക്ടർ ഉണ്ടാവും. ഈ ടാർഗറ്റിലാണെങ്കിലും ഇവിടെയും ഉണ്ട് ഡയറക്ടർ. നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ അവിടെയും ഉണ്ട് ഡയറക്ടർ. അതെന്ന് വെച്ചാൽ പ്രിൻസിപ്പളാണ് സ്കൂളിലെ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ സെല്ല് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്, ഒരു സ്ഥാപനം പോലെയാണ്. അപ്പോൾ ഈ സെല്ലിന്റെ ഉള്ളിലുള്ള കുറേ ആളുകൾ സെല്ലിലുണ്ട്. ഈ ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡയറക്ടർ ഉണ്ട്. ആ ഡയറക്ടറാണ് ന്യൂക്ലിയസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. സെല്ലിന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സെൽ മെംബ്രെയിൻ, 2 സൈറ്റോപ്ലാസം, 3 ന്യൂക്ലിയസ് എന്നിങ്ങനെ 3 ആളുകളാണ് സെല്ലിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു സെല്ലിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ. ഒന്ന് സെൽ മെംബ്രെയിൻ, രണ്ടാമത്തത് സൈറ്റോപ്ലാസം, മൂന്നാമത്തത് ന്യൂക്ലിയസ്. ഇതിൽ ഞാൻ ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഡയറക്ടറാണ്. ഓക്കെ, സെല്ലിനെ നിയന്ത്രിക്കുന്ന ആളാണ്. പിന്നെ നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള സെല്ലുകളാണ് സാധാരണഗതിയിലുള്ളത്.
രണ്ട് തരത്തിലുള്ള സെല്ല്. ഒന്ന് യൂകാരിയോട്ടിക് സെല്ല്, മറ്റൊന്ന് പ്രോകാരിയോട്ടിക് സെല്ല്. യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളെ നമ്മൾ യൂകാരിയോട്ട് എന്ന് പറയും. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലേ? ഒരു ഗ്രീൻ കളറിൽ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ സെല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂകാരിയോട്ട് എന്ന് പറയും. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ നമ്മൾ പറയുന്ന പേര് പ്രോകാരിയോട്ട് എന്നും പറയും. അപ്പോൾ സെൽ വിത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂകാരിയോട്ട് എന്നും സെല്ലിന് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്ട് എന്നും പറയും. ഒരു ഉദാഹരണം നമുക്ക് പ്രോകാരിയോട്ടിൽ പറയാൻ പറ്റും. ബാക്ടീരിയക്ക് ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ നമ്മുടെ ബോഡി സെല്ലുകളൊക്കെ, നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിന് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ നമ്മൾ യൂകാരിയോട്ടാണ്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾക്കാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയാം. പ്രോകാരിയോട്ട് ഒരു ഉദാഹരണം ഞാൻ പറയുകയും ചെയ്തു, ബാക്ടീരിയ. ഓക്കെ, so there are two types of cells are there, eukaryotic cell, prokaryotic cell. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മക്കളെ അല്ലേ? അപ്പൊ നമ്മൾ പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. അടുത്ത് നമ്മൾ പറയുന്നു സെല്ലിന്റെ 3 ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? പറയാമോ? ഒന്ന് സെൽ മെംബ്രെയിൻ, രണ്ടാമത്തെ ഏതായിരുന്നു? ന്യൂക്ലിയസ്, മൂന്നാമത്തെ എന്തായിരുന്നു? സൈറ്റോപ്ലാസം. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. അതിൽ ഞാൻ ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് സെൽ മെംബ്രെയിനെ കുറിച്ചാണ്. നോക്കാം നമുക്ക് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു സെൽ മെംബ്രെയിന്റെ നമ്മൾ സൂം ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. നേരത്തെ നമ്മൾ സെൽ മെംബ്രെയിൻ കണ്ടിരുന്നല്ലോ. നോക്കാം, see this one, ഇത് സെൽ മെംബ്രെയിൻ ആണ്. ഈ സെൽ മെംബ്രെയിന്റെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. See this one, this is സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിന്റെ ഒരു സൂം ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ, ദിസ് ഈസ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. നോക്കിയേ, see this one, cell is made up of phospholipid bilayer. ഫോസ്ഫോലിപ്പിഡ് കൊണ്ടുള്ള ഒരു ഡബിൾ ലെയർ ആണ് ശരിക്ക് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒരു സാൻഡ്വിച്ച് പോലെ. സാൻഡ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 ബ്രെഡ്, നടുവിൽ കുറച്ച് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട്, പച്ചക്കറി അങ്ങ് പച്ചക്കറി, ഇനി അതല്ലെങ്കിൽ എഗ്ഗ് അങ്ങ് എഗ്ഗിൽ, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ 2 ബ്രെഡിന്റെ ഇടയിൽ നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇതൊരു സാൻഡ്വിച്ച് മോഡലാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൽ മെംബ്രെയിന്റെ ഇടയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ലേ ചെറിയ റെഡ് കളറിലുള്ള സംഗതികൾ കാണുന്നില്ലേ? ഇതൊക്കെ ഇതിനെയാണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയും. സെല്ലിന്റെ ഇടയിൽ പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനിലൂടെയാണ് ശരിക്കും സെല്ലിന്റെ ഉള്ളിലേക്ക് ചില സംഗതികൾ എത്തുന്നത്, സെല്ലിൽ നിന്ന് ചില സംഗതികൾ പുറത്തേക്ക് പോകുന്നത്. സെല്ലിന്റെ മെയിൻ ഫംഗ്ഷൻ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് DNA ആണ് ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ സെല്ലിൽ നിന്ന് പ്രോട്ടീനും സെല്ലിൽ നിന്ന് എനർജി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകണമല്ലോ. അപ്പൊ സെല്ലിന് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സെല്ലിനുള്ളിലേക്ക് കടത്തി വിടുകയും വേണം. അപ്പൊ അതിന് വേണ്ടൊരു ചാനലാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ സെൽ മെംബ്രെയിൻ കേൾക്കുക, സെൽ മെംബ്രെയിനിൽ നമുക്ക് കാണാൻ കഴിയുക, അത് നമ്മൾ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ അതൊരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഈ സെൽ മെംബ്രെയിനിൽ നമുക്കറിയാം പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകൾ നമ്മളിവിടെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. അതിന്റെ പേര് തന്നെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ചില സംഗതികൾ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രോട്ടീനാണ് ഇവിടെയുള്ളത്. അപ്പം നമ്മൾ സെൽ മെംബ്രെയിൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ 1 കഴിഞ്ഞു. എന്താണ് സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ. ബൈ മീൻസ് 2 ലെയർ, 2 ലെയർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് ഈ ലെയർ ആണ്, രണ്ടാമത് താഴത്തെയാണ്. സോ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ദർ ഈസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അതിനിടയിൽ എന്തുണ്ട്? ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുണ്ട്. അപ്പൊ നമ്മൾ സെൽ മെംബ്രെയിൻ കഴിഞ്ഞു. അടുത്തത് ന്യൂക്ലിയസ്. ഞാൻ പറഞ്ഞിരുന്നു, ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് സെല്ലിന്റെ ഡയറക്ടറാണ്, സെല്ലിന്റെ പ്രിൻസിപ്പൽ, സെല്ലിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്, സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്ന ആള്, അതൊക്കെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഈസ് ദ ഡയറക്ടർ ഓഫ് ദ സെൽ എന്ന് പറയുന്നു. ഇനി
ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്. കണ്ടോ, ന്യൂക്ലിയസിന് മെംബ്രെയിൻ. ഇതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് പറയാം. ന്യൂക്ലിയസിന് മെംബ്രെയിന് പറയുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ സെല്ലിന്റെ മെംബ്രെയിൻ നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞതുപോലെ ന്യൂക്ലിയസിന് മെംബ്രെയിന് പറയുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ്. ഇനി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേര് ന്യൂക്ലിയോപ്ലാസം എന്നാണ് പറയാം. ക്യാൻ യു സീ ദിസ് വൺ? കണ്ടോ, ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സെല്ലിന് പറയുന്ന പേര് അല്ലെങ്കിൽ ഫ്ലൂയിഡിന് പറയുന്ന പേര് ന്യൂക്ലിയോപ്ലാസം എന്നാണ്. സോ ന്യൂക്ലിയസ്, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലൂയിഡ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം. നേരത്തെ നമ്മൾ സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ പറഞ്ഞിരുന്നു സൈറ്റോപ്ലാസം, സെല്ലിന്റെ മെംബ്രെയിന് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ പോലെ ന്യൂക്ലിയസിന്റെ മെംബ്രെയിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നു. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്നു ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നു. ഇനി നമുക്ക് കാണാൻ പറ്റും, ന്യൂക്ലിയസിന്റെ ഉള്ളില് ഒരു ഡാർക്ക്ലി സ്റ്റെയിൻഡ്, വളരെ ഡാർക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും. അതിന് പറയുന്ന പേര് ന്യൂക്ലിയോലസ് എന്നാണ്. ന്യൂക്ലിയോലസ് എന്നാണ് ഇതിന് പറയാം. ഒരു ഡാർക്ക്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, അതിന് ന്യൂക്ലിയോലസ്. അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെ കണ്ടു? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഫ്ലൂയിഡ് പറഞ്ഞു, ന്യൂക്ലിയോപ്ലാസം. രണ്ടാമത്തത് നമ്മൾ പറയുന്നു ഇതിൽ ഡാർക്ക് സ്റ്റെയിൻഡ് സ്ട്രക്ചർ ഉണ്ട്, അതിന് ന്യൂക്ലിയോലസ്. പിന്നെ നമ്മൾ പറയുന്നു മറ്റൊരു കാര്യം പറഞ്ഞു, ഇതിലൊരു ത്രെഡ് പോലെയുള്ള സ്ട്രക്ചർ, നൂല് പോലെയുള്ള സ്ട്രക്ചർ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, ഈ നൂല് പോലുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്രോമാറ്റിൻ എന്ന് പറയും. ക്രോമാറ്റിൻ എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഫ്ലൂയിഡിന് പറയുന്ന പേര് ന്യൂക്ലിയോപ്ലാസം, ഒരു ഡാർക്ക്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ ഉണ്ട്, അതിന് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോലൈൻ. ഇനി അതുപോലെ തന്നെ ഇതിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേര് ക്രോമാറ്റിൻ എന്നാണ്. പിന്നെ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം, വളരെ വ്യക്തമായിട്ട് പറയാം. നമുക്കിപ്പോൾ ആദ്യം 3 സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് പറയണമെന്നേ ഉള്ളൂ. ഇനി പറയാൻ ഉള്ളൊരു കാര്യം സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം, ഓക്കെ. ഇവിടെ ശരിക്കും സൈറ്റോപ്ലാസം എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, കൈറ്റോസ്. കൈറ്റോസ് ആണ് ഈ സൈറ്റോക്ക് ആദ്യം പറഞ്ഞ പേര് കൈറ്റോ എന്നാണ് പറഞ്ഞത്. കൈറ്റോ മീൻസ് ബോഡി, പ്ലാസ്മ ഫ്ലൂയിഡ് എന്നർത്ഥം. അപ്പോൾ ബോഡി ഫ്ലൂയിഡ് എന്നുള്ള രീതിയിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ. ന്യൂക്ലിയസിനുള്ള ഫ്ലൂയിഡ് എന്തായിരുന്നു പറയാമോ? യെസ്, ഇറ്റ് ഈസ് ന്യൂക്ലിയോപ്ലാസം. അതുപോലെ തന്നെ സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേര് സൈറ്റോപ്ലാസം എന്നാണ്. അപ്പോൾ the content of a cell surrounded by the cell membrane except for the nucleus in the eukaryotic cell. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് പുറമേ കാണുന്ന സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. സെൽ മെംബ്രെയിന്റെ ഉള്ളിലും ന്യൂക്ലിയസിന്റെ പുറമേയും കാണുന്ന സംഗതിക്കാണ് സൈറ്റോപ്ലാസം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യം എന്താണ് സെല്ല്, സെല്ലിന്റെ വേർഡ് മീനിങ്, സെല്ല് ആദ്യമായിട്ട് കണ്ട ആള്, പിന്നെ നമ്മൾ പറഞ്ഞു അതായത് ലിവിങ് സെല്ല് കണ്ടെത്തിയ ആളുടെ പേര്. അതിനുശേഷം നമ്മൾ സെൽ എന്താണെന്ന് കണ്ടു. സെല്ലിന് 3 ഭാഗം, ഒന്ന് സെൽ മെംബ്രെയിൻ, പിന്നൊന്ന് ന്യൂക്ലിയസ്, പിന്നൊന്ന് സൈറ്റോപ്ലാസം. അതിൽ 2 തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ, അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? യെസ്, യൂകാരിയോട്ടിക് സെൽ. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾക്ക് പറയുന്ന പേരെന്തായിരുന്നു? പ്രോകാരിയോട്ടിക് സെൽ. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ബാക്ടീരിയ. ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞു സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു സാൻഡ്വിച്ച് പോലെയാണ്, ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ്. ഇതിനിടയിൽ പ്രോട്ടീൻ ചാനൽ ഉണ്ട്. ഈ പ്രോട്ടീൻ ചാനലിലൂടെയാണ് സെല്ലിലേക്ക് വേണ്ടതും സെല്ലിൽ നിന്ന് വേണ്ടാത്തതും അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ കടന്നു പോകും. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ന്യൂക്ലിയസ്, സെല്ലിന്റെ ഡയറക്ടർ, സെല്ലിനെ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ പുറമേയുള്ള മെംബ്രെയിന് പറഞ്ഞ പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോമാറ്റിൻ എന്ന് പറഞ്ഞിരുന്നു. അതായത് നൂല് പോലെയുള്ള സ്ട്രക്ചർ ന്യൂക്ലിയസിൽ കാണാൻ പറ്റില്ലേ, അതിനാണ് ക്രോമാറ്റിൻ എന്ന് പറഞ്ഞത്. ന്യൂക്ലിയോലൈ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നു സൈറ്റോപ്ലാസം, സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേര് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസിന് പുറമേ കാണുന്ന സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഈ 3 ടോപ്പിക് എടുത്തിട്ട് നിർത്തുന്നു. Hope you are understood this much. Study well. Thank you.